ഹായ് ഫ്രണ്ട്സ്, ഞാൻ പരീക്ഷിച്ച് പാളിപ്പോയ ഒരു ഹോം മെയ്ഡ് ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. 21 ദിവസം വെയിറ്റ് ചെയ്ത് നമ്മൾ നല്ല ക്ലീനാക്കി സെറ്റ് ചെയ്തിട്ട് ഫ്ലോപ്പായി പോയ വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളും കാണണം, വെറുതെ ആരും സമയം വേസ്റ്റ് ചെയ്യരുത്. സമയം, ഇലക്ട്രിസിറ്റി, വെള്ളം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുട്ട, ഇവയൊന്നും വേസ്റ്റ് ചെയ്യരുത്. ഇത്തരം വീഡിയോസ് കണ്ടിട്ട് ഇംഗ്ലീഷ് വീഡിയോസാണെന്ന് തോന്നുന്നു ഒരുപാട് കണ്ടു. ഇങ്ങനെ ബോക്സിൽ വെച്ചാൽ മതി, നല്ല ഹീറ്റ് കൊടുത്താൽ മാത്രം മതി, വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, മുട്ട വിരിയുന്നു. അവരുടെ വീഡിയോസിലൊക്കെ കറക്റ്റായിട്ട് അതേപോലെ മുട്ട നടുക്ക് പൊട്ടിയിട്ട് കുട്ടികളെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ കറക്റ്റായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നോർമൽ ഇൻക്യുബേറ്റേഴ്സ് അല്ല കേട്ടോ, അതിൻ്റെ ഒരു ടെക്നിക്കലി ഉണ്ടാക്കിയതിൻ്റെ കാര്യമല്ല. ഞാനിങ്ങനെ വീട്ടിൽ ഇങ്ങനെ തെർമോക്കോളിൻ്റെ പെട്ടിയിലൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ 21 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ റിസൾട്ട് എങ്ങനെയാണ്. എൻ്റെ 5 മുട്ട പോയി. പിന്നെ അഥവാ ഇതിന് വെയിറ്റ് വെച്ച് തുടങ്ങിയപ്പോൾ ഒന്നുകൂടെ ആകാംക്ഷ കൂടിയപ്പം 5 കാടമുട്ട കൂടെ എടുത്തു സെറ്റ് ചെയ്ത് വെച്ചു. അതും പോയി, ഫ്ലോപ്പായി പോയി. ആരും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻക്യുബേറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഹോം മെയ്ഡ് ഇൻക്യുബേറ്ററാണ് ഇത്. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാമല്ല കേട്ടോ, നമ്മൾ എല്ലാ ദിവസവും ഓപ്പൺ ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി ഇതാണ്. എല്ലാ മുട്ടകളും ചീമുട്ടകളായി മാറിയിരിക്കുന്നു എന്നാണ് ചുരുക്കം. നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഈ എഗ്ഗിനൊക്കെ അത്യാവശ്യം കനമുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു ഉറപ്പ് ഇതെല്ലാം വിരിയുന്നു. പക്ഷേ സത്യാവസ്ഥ ഒന്നും വിരിഞ്ഞിട്ടില്ല. ഇനി ഇതൊന്നും വിരിയുന്ന ലക്ഷണവുമില്ല. ഇതെല്ലാം മുട്ട കേടായിട്ടുള്ള ഒരു കുത്തും പാടൊക്കെ വന്നു തുടങ്ങി. 6 അതിൻ്റെ ഇടയിൽ അഥവാ കോഴിമുട്ട വിരിഞ്ഞാലോ കോഴിക്കുഞ്ഞുങ്ങളുണ്ടായാലോ എന്ന് വിചാരിച്ച് 5 കാടമുട്ടയും കൂടെ വെച്ചു. അപ്പം മൊത്തത്തിൽ ഫ്ലോപ്പായി. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഈ മുട്ടയെ രൂക്ഷഗന്ധമാണെങ്കിൽ എല്ലാം കുഴിച്ചിടണം. എന്താണ് സംഭവിച്ചത്? ഇതൊന്നും പോസിബിൾ അല്ലടോ. ചുരുക്കം പറഞ്ഞാൽ അതന്നെ സത്യം. ഇങ്ങനെ ഈ പെട്ടിയിലൊന്നും കോഴിക്കുഞ്ഞ് വിരിയില്ല. ഇൻക്യുബേറ്ററിൽ മാത്രമേ വിരിയത്തുള്ളൂ. എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ചൂടുകൊണ്ട് ഇതെല്ലാം ഒരു തിക്നെസ് ആയതായിട്ടേ ഉള്ളൂ. ഇതിപ്പോഴും ഒരു ജ്യൂസി പരിപാടി. ഇതൊന്നും ഒരു കുട്ടിയാകില്ല. ചീമുട്ടയൊന്നുമല്ല, നല്ല സ്മെല്ലൊന്നുമില്ല. രൂക്ഷമായുണ്ടോ? ഇങ്ങനെയൊന്നും മുട്ടയൊന്നും പൊട്ടുകയില്ല. ഇതാണ് അവസ്ഥ. ഏറ്റവും ചൂടുള്ള മുട്ടയാണ് നമ്മൾ പൊട്ടിച്ച് നോക്കിയത്. അപ്പം നമ്മുടെ പരീക്ഷണം അട്ടർ ഫ്ലോപ്പായിരുന്നു. ഇതിങ്ങനെ ആടുന്നുണ്ട്. നമ്മൾ വാട്ടിയ മുട്ട ആടത്തില്ലേ, അതേപോലെ ഈ ചൂടത്തിരുന്ന് പുഴുങ്ങിയ പോലെ അതിനേ ഉള്ളൂ. ആരും ഇങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്യരുത്. ഒരു പരീക്ഷണം ഫ്ലോപ്പായ വിഷമത്തിലാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.